ഹായ്, സീസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മാർക്കിംഗ് ഒക്കെ കാണിച്ചു തരാം. ഈ മാർക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഫസ്റ്റ് ഞങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് ഫസ്റ്റ് ലെന്ത് നോക്കണം. ഈ തുണിയുടെ ലെന്ത് എത്രയുണ്ടെന്ന് ഫുള്ളായിട്ട് നോക്കാം. ഇത് 59.5 ഇഞ്ച് ലെന്ത് ഉണ്ട്. നമുക്ക് എത്രയാണ് ലെന്തിൻ്റെ ആവശ്യമുള്ളത്? ടോട്ടലായിട്ട് 58.5 ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഞങ്ങൾ എടുക്കുമ്പോൾ 58.5 ഇഞ്ച് ഫസ്റ്റായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് 58.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 57.5 ഇഞ്ച് ഫിനിഷിങ് പറയേണ്ടതാണ്. അപ്പോൾ 58.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വര വരച്ചു കൊടുക്കണം. ഫസ്റ്റ് ഞങ്ങൾ 58.5 ഇഞ്ച് തന്നെ താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വരച്ചു കൊടുക്കണം കറക്റ്റായിട്ട്. രണ്ട് സൈഡും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. അമ്പത്തി 58.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു വര വരച്ചു കൊടുക്കുക. നമ്മൾ ഉള്ള ലെന്ത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത സ്കെയില് സ്ട്രൈറ്റ് സ്കെയിലാണ്. ഈ സ്ട്രൈറ്റ് സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്തു. ഈ വരച്ചു കൊടുത്ത് ഇനി ഞങ്ങൾ ഈ വരയിലേക്ക് തന്നെ ഞങ്ങൾ മടക്കി എടുക്കാം. കറക്റ്റ് മടക്കിയിട്ട് എടുക്കാം. ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തു. ഈ ബാക്കിയുള്ള ഈ പീസ് ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ളത് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഈ എക്സ്ട്രാ ആയിട്ടുള്ള പീസ് ഇത് നമുക്ക് നാടയിലേക്ക് വരും, ആവശ്യം വരും. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ഫ്രണ്ട് നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാം. ഞങ്ങൾ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യുക. 2.25 ഇഞ്ച് നെക്കിൻ്റെ വീതിയാണ്. അതേപോലെ ഫ്രണ്ട് നെക്ക് ലെന്ത് നമ്മൾ എടുത്തത് അളവ്, ഫ്രണ്ട് നെക്കിൻ്റെ അളവ് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിലേക്ക് കൊടുക്കുന്ന ഷേപ്പ് ഞാൻ വി ഷേപ്പ് പോലെ കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്കെയിലെടുക്കാം. ഈ ഒരു സ്കെയിൽ കൊണ്ട് നമ്മുടെ കർവ് സ്കെയിലെടുത്ത് ഇതിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ വെക്കണം. സ്കെയില് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് സ്കെയില് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ഇതുപോലെ സ്കെയില് വെച്ച് കൊടുക്കും. ഈ ഷേപ്പ് വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ടാണെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. ഇതുപോലെ സ്കെയിൽ ഉണ്ടെങ്കിൽ ഈ ഷേപ്പ് നന്നായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ബാക്കി അളവെടുക്കുന്നത് ബാക്ക് നെക്കാണ്. അത് ഞങ്ങൾ ഫസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ബാക്ക് നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ലെന്ത് കട്ട് ചെയ്യുന്നത് ഇനി ബാക്ക് നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാം. ഇവിടെ കത്തിക ഇവിടെ വെക്കുന്നുണ്ട്. ഈ കട്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബീറ്റ് പിന്നെ കുത്തി കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ട് മാർക്കിങ് ചെയ്യുമ്പോൾ അണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്ക് നെക്ക് ലെന്ത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മൾ റൗണ്ടായിട്ട് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ
ഈ കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഓരോ പീസും നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഇത് നിങ്ങൾക്ക് നാട എടുത്ത് അതിലേക്ക് എന്തെങ്കിലും ടൈ ചെയ്ത് കൊടുക്കാനും വരും. ഇനി ഞങ്ങൾ ഇതിലേക്കൊരു സെൻറ്റർ മാർക്ക് കൊടുക്കണം. ഇവിടെ ഒരു സെൻറ്റർ മാർക്കൊന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഷോൾഡർ ലെന്ത്, ആം ഹോൾ ലെന്ത് മാർക്ക് ചെയ്യാം. ആം ഹോൾ ലെന്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അളവ് നമ്മുടെ ഷോൾഡർ അളവുണ്ടാവും. ആ ഷോൾഡർ അളവ് നിങ്ങൾക്ക് പറയാം. ഷോൾഡറിൻ്റെ 44 ചെസ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. XXL ആണ്. XXL അടിക്കുമ്പോൾ അതിൻ്റെ 44 ചെസ്റ്റിന് 8 ഇഞ്ചാണ് ഷോൾഡർ. 8.5 ഇഞ്ചാണ് ഷോൾഡർ. ആ 8.5 ഇഞ്ച് ഷോൾഡറിൻ്റെ മാർക്കിങ് ഇതുപോലെ കൊടുക്കുക. ഇവിടെ 8.5 ഇഞ്ച് ഷോൾഡർ മാർക്കിങ് കൊടുക്കുക. അതേപോലെ ആം ഹോൾ മാർക്കിങ് കൊടുക്കുന്നത് ഇതിലേക്ക് 9 ഇഞ്ചാണ് ആം ഹോൾ ലെന്ത് മാർക്കിങ് കൊടുക്കുന്നത്. ഇത് ആം ഹോൾ ലെന്താണ് മാർക്കിങ് കൊടുക്കുന്നത്. ഈ ആം ഹോൾ ലെന്ത് ഇവിടെ മാർക്കിങ് കൊടുത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് 11 ആണ്. 11 ഇഞ്ചാണ് ചെസ്റ്റ്. നമുക്ക് 11 അല്ലാതെ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അളവിൽ കൊടുക്കാം. ഫുള്ളായിട്ട് കുറച്ച് ഫാറ്റ് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ 44 ചെസ്റ്റ് അല്ല, അവർക്ക് XXL അല്ല, XXL ആണെങ്കിൽ 46 വരും. 46, 48 അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് വരും, അതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യുക. അവരുടെ അളവിൽ 4 ആക്കി ഡിവൈഡ് ചെയ്ത് ആ അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ഇപ്പോൾ 11 ഇഞ്ച് കൊടുത്ത പോലെ തന്നെ 12 കൊടുക്കാം, 13 കൊടുക്കാം, അങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ ചെസ്റ്റ് കൊടുത്തു. ഇനി ഞങ്ങൾ വേസ്റ്റ് ലെന്ത് മാർക്ക് ചെയ്യണം. വേസ്റ്റ് ലെന്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങൾ നാട കെട്ടാണ്. ഒരു നാട കൊടുക്കൂലേ, ആ നാടയിലേക്ക് ഒരളവ് വേണം. അതുകൊണ്ട് ആ 16 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെന്ത്. ആ അളവ് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ലെന്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഞങ്ങൾ 1 ഇഞ്ചിൻ്റെതാണ് പറ്റ കൊടുക്കുന്നത്. ആ പറ്റ കൊടുക്കുമ്പോൾ ആ 1 ഇഞ്ചിൻ്റെ പറ്റത്തിലേക്ക് ഞങ്ങൾ 1 ഇഞ്ചിൻ്റെ ഇവിടെയും ഒരു പട്ട പോലെ ഉള്ളിൽ കൊടുക്കും. ആ പറ്റത്തിലേക്ക് ഇവിടെ മാർക്ക് ചെയ്യണം. 1 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്ത് ഇവിടെ സെയിം 11 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. 11 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യേണ്ട. മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക. 6 ഇഞ്ച് മൈനസ് ആക്കിയിട്ട് ഇവിടെ 10 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാനാണ്. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് 11 തന്നെയും കൊടുക്കാം. നെക്സ്റ്റ് ഞങ്ങൾ എടുക്കുന്ന ഷേപ്പ് പറയാം. ആ ഷേപ്പ് നിങ്ങൾക്ക് സ്കെയിൽ കൊണ്ട് തന്നെ കാണിച്ചു തരും. നെക്സ്റ്റ് കൊടുക്കുന്നത് ലെഗ് കർവ് സ്കെയിൽ എടുത്ത് വെച്ച് ഞങ്ങൾ ഇവിടെ സ്ട്രൈറ്റ് തന്നെ കൊടുക്കാം. ഈ 1 ഇഞ്ചിൻ്റെ മാർക്കിലേക്ക് സ്ട്രൈറ്റ് തന്നെ കൊടുക്കാം. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ വെച്ച് പിടിക്കാം. ഇങ്ങനെ പിടിക്കാം. പിടിച്ചു കൊടുത്ത് ഈ ഷേപ്പ് ഇതുപോലെ കൊടുക്കണം. ഈ മാർക്കിങ് കൊടുക്കാം. ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുക്കാം. താഴേക്ക് വരുമ്പോൾ ഒരു 3 ഇഞ്ച് അളവിൽ ഇതുപോലെ ഇങ്ങനെ തന്നെ കൊടുക്കണം. ലാസ്റ്റ് പോയിന്റ് 3 ഇഞ്ച് അളവിൽ മുകളിൽ വേണം നമ്മൾ കൊടുക്കുന്നത്. സൈഡ് 3 ഇഞ്ചും താഴെ 3.5 ഇഞ്ച്. 1 ഇഞ്ച് മടക്കി അടിക്കാൻ പോകുമ്പോൾ 2 ഇഞ്ച് മുകളിൽ 2.5 ഇഞ്ച് മുകളിൽ വേണം. ഈ സൈഡ് കുറച്ച് ഓപ്പൺ ആയിട്ട് വേണം. അതുകൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതുവരെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. പുറത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ പറ്റ വെച്ച് കൊടുക്കാൻ ചീത്ത വശത്തിലാണ്. ഇപ്പോൾ നല്ല വശത്തിൽ ഈ മാർക്കിങ് വേണം. ഇത് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ്. ഒരു സൈഡിൻ്റെ മാർക്കിങ്
ഇവിടെ ഉണ്ട്. ഇനി മറ്റൊരു സൈഡിൻ്റെ മാർക്കിങ് നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇതിലേക്ക് ഞങ്ങൾ ഈ തുണിയെ എന്ത് ചെയ്യണം? കുറച്ച് ഇങ്ങോട്ടേക്ക് ഈ സെയിം മാർക്ക് വേണമല്ലേ, അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ഈ അളവ് ഇങ്ങനെ പോയാലും കുഴപ്പമില്ല. പക്ഷേ എന്താ കുറച്ച് കെയർഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക. ഇതേ അളവിലേക്ക് തന്നെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, സ്കെയിൽ എടുത്ത് വെക്കാം ഇവിടെ, അല്ലെങ്കിൽ ബീഡ് പിന്ന് കൊത്തി കൊടുത്താലും കുഴപ്പമില്ല. സ്കെയിൽ എടുത്ത് വെച്ചാൽ പെർഫെക്ഷനായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്കെയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം. നിങ്ങൾ എന്താ ചെസ്റ്റിൻ്റെ ഈ മാർക്ക് നോക്കാം, ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ ഈ സ്കെയിൽ എത്രയുണ്ട് അവിടെ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഈ മാർക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് സൈഡും വേണമല്ലേ, അതുകൊണ്ട് രണ്ട് സൈഡും മാർക്കിങ് വേണം. ഒരു സൈഡ് മാർക്കിങ് ചെയ്താൽ അപ്പോൾ നമ്മൾ ഇതിനിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ആ മാർക്കിങ് അവിടെ ചോക്കിൻ്റെ കളറ് അവിടെ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതേപോലെ വെച്ച് കൊടുക്കുക. ഞങ്ങൾ സ്കെയിലൊക്കെ അതേപോലെ വെച്ച് കൊടുത്ത് ഞങ്ങളിങ്ങനെ മാർക്കിങ് ചെയ്യാം. ഇതുപോലെയാണ് നമ്മൾ മടക്കി വെച്ചു. ഈ ലാസ്റ്റ് വരെ അതേപോലെ മാർക്കിങ് വെച്ച് മാർക്കിങ് ചെയ്യാം. ഈ മാർക്കിംഗ് ഒക്കെ നമുക്ക് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാർക്കിംഗ് ഒന്ന് തിക്കായിട്ട് കൊടുക്കാം. നല്ലോണം മാർക്കിംഗ് ചെയ്യാം. തിക്കായിട്ട് മാർക്ക് ചെയ്താൽ അത് മടക്കിയിട്ട് തിരിച്ച് മടക്കി എടുക്കുമ്പോൾ മറ്റൊരു സൈഡിലേക്ക് ഈ മാർക്കൊക്കെ വരും, കോപ്പി ആയിട്ട് വരും മറ്റൊരു സൈഡിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇനി ചീത്ത വശത്തിലേക്ക് മടക്കിയെടുക്കാം. അതിൽ ഞങ്ങൾ ഈ പീസിൻ്റെ മാർക്കിംഗ് ഉണ്ടല്ലേ, അതൊന്ന് മാർക്കിംഗ് ചെയ്തെടുക്കാം. ചീത്ത വശത്തിലേക്ക് എങ്ങനെയാണ്? ഇപ്പോൾ നല്ല വശത്തിൽ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇങ്ങനെ മടക്കിയെടുക്കുക, ഓപ്പൺ ചെയ്ത് വെക്കുക. ജസ്റ്റ് ചീത്ത വശത്തിനെ ഇതുപോലെ ഉള്ളിൽ നിന്നിങ്ങനെ ഓപ്പൺ ആക്കാം. ഇവിടെ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടിലേക്കും വേണം ബാക്കിലേക്കും വേണം. അതേപോലെ ബാക്കിൻ്റെ പീസിലേക്കും വേണം. ഫ്രണ്ടിൻ്റെ പീസ് പിടിച്ചോ, അതേപോലെ നിങ്ങൾ ബാക്കിൻ്റെ പീസ് ഇങ്ങനെ തന്നെ പിടിക്കുക. ഇവിടെയും മാർക്ക് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ മാർക്ക് വരും. കുറച്ച് ഉള്ളിൽ മാർക്ക് വന്നില്ലെങ്കിൽ അത് കാണാൻ പറ്റും. ഇതുപോലെ മാർക്ക് കൊടുക്കുക ഉള്ളിൽ. ഈ രണ്ട് സൈഡും കറക്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ എന്ത് ചെയ്യാം, ചീത്ത വശത്തിലേക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ചീത്ത വശത്തിൽ വെച്ചപ്പോൾ മടക്ക് ഭാഗം ഇവിടെ വന്നു, ഓപ്പൺ ഭാഗം ഇവിടെ വന്നു. നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു. അപ്പോൾ എല്ലാ മാർക്കിങ്ങും ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. ഞാനിതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ഈ മാർക്കിങ് ഞങ്ങൾ ലൈന് വരച്ച് കൊടുക്കണം. സെൻറ്ററും 16 ഇഞ്ചാണ് നമ്മൾക്ക് വേസ്റ്റ് ലെന്ത് വേണം. ആ 16 ഇഞ്ചിലേക്ക് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ താഴെ 1 ഇഞ്ചിൻ്റെ ഒരു മാർക്കും കൊടുക്കണം. മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ വരച്ച് കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തു. അതേപോലെ മറ്റൊരു സൈഡും നമ്മൾ ടാപ്പ് ചെയ്തിട്ടും എടുക്കാം, തിരിച്ച് വെച്ചിട്ടും എടുക്കാം. അതേപോലെ മറ്റൊരു സൈഡ് വരച്ചിട്ട് കൊടുക്കാം. സെയിം ആയിട്ട് ഇത് 1 ഇഞ്ചിൻ്റെ സ്കെയിലാണ്, അതുകൊണ്ട് അതേ അളവിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത്.
പോലെ മാർക്ക് ചെയ്തെടുക്കും. ഞങ്ങൾക്ക് ഇതിൻ്റെ പറ്റ വെച്ച് കൊടുക്കുന്നതാണ്. ഇത് പറ്റ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ.